ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ആശാപ്രവർത്തകർക്ക് പിന്തുണയുമായി സമരവേദിയിൽ വീണ്ടും സുരേഷ് ഗോപി എത്തി. ആശാവർക്കർമാർക്ക് കേന്ദ്രം കൊടുക്കേണ്ടതെല്ലാം കൊടുത്തുവെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറയുമ്പോൾ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അത് ഹാജരാക്കിയില്ലെങ്കിൽ അടുത്ത ഗഡു ലഭിക്കില്ലെന്നാണ് കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയത്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തലിലെത്തി ആശാവർക്കർമാരെ കണ്ട ശേഷം സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. ആശാവർക്കർമാരെ സംസ്ഥാന ആരോഗ്യമന്ത്രിയും സർക്കാരും വഞ്ചിക്കുകയാണെന്നും സുരേഷ് ഗോപി ആരോപിച്ചു. നുണയിൽ പിണയും പിണറായി സർക്കാർ എന്ന് പരിഹസിച്ച സുരേഷ് ഗോപി ആരാണ് കള്ളം പറയുന്നതെന്ന് മാധ്യമങ്ങൾ കണ്ടുപിടിക്കണമെന്നും ആവശ്യപ്പെട്ടു. കേന്ദ്രം സംസ്ഥാനത്തിന് കൊടുത്തുവെന്ന് പറയുന്ന ഫണ്ട് കേരളം ചെലവഴിച്ചോ എന്ന് കേന്ദ്ര സർക്കാർ അന്വേഷിക്കേണ്ടതല്ല എന്ന ചോദ്യത്തിന് അത് അന്വേഷിക്കാൻ കേരളത്തിലെ ജനങ്ങളും അവരുടെ വക്താക്കളായ മാധ്യമങ്ങളും ഇല്ലേ എന്നും അത് അന്വേഷിക്കാൻ CBIയെ കൊണ്ടുവരണോ എന്നുമാണ് സുരേഷ് ഗോപി ചോദിച്ചത്. ഫണ്ട് വക മാറ്റി ചെലവഴിച്ചിട്ടുണ്ടോ എന്ന് അറിയുന്നതിനാണ് യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്നതെന്നും അടുത്ത ഘട്ടം പണം ലഭിക്കണമെങ്കിൽ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് നൽകിയേ മതിയാകൂ എന്നുമാണ് സുരേഷ് ഗോപി പറഞ്ഞത്. ഇപ്പോൾ കേന്ദ്രം അനുവദിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് നാളുകളായി സംസ്ഥാനം ചോദിക്കുന്നതെന്ന ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവനയെ ഭാഷ മനസ്സിലാകാത്തത് കൊണ്ടായിരിക്കുമെന്നും കേന്ദ്രമന്ത്രി പരിഹസിച്ചു. ആശാവർക്കർമാർക്ക് ശമ്പളം നൽകാത്തത് സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയാണെന്നുമാണ് കേന്ദ്രത്തിന്റെ വാദം. എന്നാൽ കേന്ദ്രം ഇൻസെന്റീവ് മുടക്കിയെന്നാണ് കേരള സർക്കാരിന്റെ മറുവാദം. ബജറ്റിൽ പ്രഖ്യാപിച്ച 930.8 കോടി രൂപയ്ക്ക് പുറമെ കേരളത്തിന് 125 കോടി രൂപ അധികം നൽകിയെന്നായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം. ആരോഗ്യമന്ത്രി JP നഡ്ഡയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് സുരേഷ് ഗോപി കണക്കുകൾ പുറത്തുവിട്ടത്. ആശാവർക്കർമാരെ പുകഴ്ത്തിയായിരുന്നു കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയുടെ പ്രതികരണം. അതേസമയം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ആരോഗ്യരംഗത്തെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ കേരളത്തിന് തരാനുള്ള മുഴുവൻ തുകയും അനുവദിച്ചു എന്ന തരത്തിലുള്ള പ്രസ്താവന വസ്തുതകൾക്ക് നിരക്കുന്നതല്ലെന്ന് പ്രതികരിച്ച് മന്ത്രി വീണ ജോർജും രംഗത്തെത്തിയിരുന്നു. കോബ്രാൻഡിങ്ങിന്റെ പേരിൽ തടഞ്ഞുവെച്ച കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ക്യാഷ് ഗ്രാന്റിൽ 1 രൂപ പോലും കേന്ദ്രം നൽകിയിട്ടില്ലെന്നും ഇത് സംബന്ധിച്ച യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് നേരത്തെ കേന്ദ്രത്തിന് അയച്ചു കൊടുത്തിരുന്നതായും വ്യക്തമാക്കി. ഇതിനോടകം തന്നെ 2025 ഫെബ്രുവരി വരെയുള്ള ഫിനാൻഷ്യൽ മോണിറ്ററിംഗ് റിപ്പോർട്ടുകളും അയച്ചു കൊടുത്തിട്ടുണ്ടെന്നും ഈ റിപ്പോർട്ട് കേന്ദ്രത്തിന് ലഭ്യമാക്കുമ്പോഴാണ് അടുത്ത ഗഡു ഫണ്ട് അനുവദിക്കുക എന്നുമാണ് മന്ത്രി വീണ ജോർജ് നൽകിയ വിവരം. ഫെബ്രുവരി 10-നാണ് സംസ്ഥാനത്തെ ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുൻപിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. സമരം 2ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നും ഇതിന്റെ ഭാഗമായി ഈ മാസം 17-ന് സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുമെന്നും ആശാവർക്കർമാർ അറിയിച്ചിരുന്നു. സമരം തുടങ്ങി 1 മാസത്തോളമായിട്ടും സർക്കാർ ഇടപെടൽ ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചാണ് നിയമലംഘന സമരത്തിലേക്ക് നീങ്ങുന്നതെന്ന് ഭാരവാഹികളും പ്രതികരിച്ചു.